തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ വികസന പദ്ധതികളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. കേരളത്തിന് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. തിരുവനന്തപുരത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് രാജ്യത്തിൻ്റെ വലിയ പദ്ധതികളിൽ ഒന്നാണ്. ലോകത്തെ വലിയ പോർട്ടുകളിൽ ഒന്നായിട്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നാം പണിയാൻ ഉദ്ദേശിക്കുന്ന റിംഗ് റോഡ് അത് വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൂർത്തിയാകുമ്പോൾ വലിയ മാറ്റം, അത്ഭുതകരമായ മാറ്റം തലസ്ഥാന നഗരിയുടെ വികസനത്തിൽ ഉണ്ടാക്കുമെന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ ദേശീയപാത വികസനം നടക്കില്ല എന്ന് കണക്കാക്കിയത് നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് കിഫ്ബിയുടെ ധനസഹായത്താൽ പൂർത്തിയാക്കുന്ന മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതിലെല്ലാം നല്ല പുരോഗതിയാണ് ഇപ്പോൾ നമുക്ക് നേടാനായിട്ടുള്ളത്. ഇവിടെ ലൈഫ് സയൻസ് പാർക്ക് ആധുനിക കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറാൻ പോകുന്ന ഒന്നാണ്. ടെക്നോ പാർക്ക് കേരളത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ടെക്നോ പാർക്കാണ്, ആദ്യത്തെ ടെക്നോ പാർക്കാണ്. അതിൻ്റെ വികസനം വലിയ തോതിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ മെട്രോ റെയിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കുന്ന മെട്രോ റെയിലിൻ്റെ അംഗീകാരത്തിൻ്റെ ആദ്യഘട്ട നടപടിയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്നതാണ് ഈ പദ്ധതികൾ. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരത്തിലെ 49 റോഡുകളെയാണ് സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയത്. 28 റോഡുകളെ സെമി സ്മാർട്ട് റോഡുകളാക്കിയും മാറ്റി. നഗരത്തിൽ 6 ഇടങ്ങളിലായി മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി. നഗര സുരക്ഷയ്ക്കായി നമ്മുടെ ഈ നഗരത്തിലാകെ 1000 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 25 പാർക്കുകളാണ് നവീകരിച്ചത്. കഴിഞ്ഞ 5 വർഷമെടുത്താൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭ മുഖേന മാത്രം നടപ്പാക്കിയിട്ടുമുണ്ട്. നമ്മൾ ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നഗരത്തിൻ്റെ ചിത്രമെടുത്താൽ 12,380 വീടുകളാണ് ഇവിടെ പൂർത്തീകരിക്കാനായത്. ഇതിനു പുറമെ കല്ലടിമുഖത്ത്
കണ്ണമ്മൂലയിൽ, രാജാജി നഗറിൽ, കരിമടത്ത്, മതിപ്പുറത്ത് ഭവനങ്ങളും ഭവന സമുച്ചയങ്ങളും ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂൾ ക്ലാസ് റൂമുകൾ നല്ല രീതിയിൽ സ്മാർട്ടാക്കി മാറിയിരിക്കുകയാണ്. 33 കോടി രൂപയാണ് ഇതിന് വിനിയോഗിച്ചത്. മാത്രമല്ല, കൂടുതൽ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. 21 സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. 1428 കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് ലഭ്യമാക്കിയത്. 127 സ്കൂളുകളിൽ 15,000 വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഉണർവ് പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ്. ഡെഫ് ആൻഡ് ഡബ് സ്കൂളിൻ്റെ വികസനത്തിന് നഗരസഭ മുഖേന മാത്രം 15 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. SC വിഭാഗത്തിലെ 543 വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 3 ലക്ഷം രൂപ വീതം നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ നഗരത്തിലെ 22 ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 31 എണ്ണം നവീകരിച്ചിട്ടുണ്ട്. ആകെ 88 ആരോഗ്യ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 13 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ. ഇവയിൽ 5801 രോഗികളെ സൗജന്യമായി പരിപാലിച്ചു വരുന്നുണ്ട്. 187 രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകി വരുന്നുണ്ട്. നഗരത്തെ വനിതാ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള ഷീ സ്പേസുകളും വനിതാ സംരംഭകർക്കായുള്ള ഷീ ഹബ്ബുകളും ഒരുക്കിയിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ പാളയം കണ്ണിമേറ മാർക്കറ്റ് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സായി പുനർനിർമ്മിക്കുന്ന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടാണ് പുനർനിർമ്മാണം സാധ്യമാക്കുന്നത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 7 ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 17 കോടി രൂപയാണ് വിതരണം ചെയ്തത്. നഗര ഉപജീവന മിഷൻ്റെ ഭാഗമായി 2943 അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 3947 അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്ക് ലിങ്കേജ് വായ്പ നൽകാനായിട്ടുണ്ട്. 15,570 വ്യാപാരികൾക്കാണ് വായ്പാ സഹായം ലഭ്യമാക്കിയത്. 152 സ്ഥലങ്ങൾ തെരുവോര വ്യാപാരത്തിനായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 581 അതിദരിദ്ര കുടുംബങ്ങളെയായിരുന്നു കണ്ടെത്തിയത്. അതിൽ 339 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് അനുവദിച്ചു. 51 കുടുംബങ്ങൾക്ക് വസ്തുവും വീടും അനുവദിച്ചു. 50 കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം നൽകി. 14 കുടുംബങ്ങളെ കെയർ ഹോമുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മറ്റൊരു പ്രത്യേകത, ഏറ്റവും അധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുള്ളത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലാണ്. 90,521 പേർക്ക് ഇപ്പോൾ 2,000 രൂപ വീതം പെൻഷൻ ലഭ്യമാക്കുന്ന സ്ഥിതിയാണുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1300ഓളം
ശുചീകരണ തൊഴിലാളികളും 1200 ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തിലൂടെ 10 ലക്ഷം കിലോ അജൈവ മാലിന്യവും 3 ലക്ഷം കിലോ ജൈവമാലിന്യവും നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിച്ചു വരികയാണ്. ശുചീകരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് സ്വച്ഛ് സർവേഷൻ്റെ വാട്ടർ പ്ലസ് അംഗീകാരം നേടിയ നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തെ കാർബൺ രഹിത നഗരമാക്കി മാറ്റാനുള്ള പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ള നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. 115 ഇലക്ട്രിക് ബസ്സുകളാണ് നഗരത്തിൽ സർവീസ് നടത്തുന്നത്. 1,10,000 LED ലാമ്പുകൾ, 2000 സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2040 തിരുവനന്തപുരത്തിനെ നെറ്റ് സീറോ കാർബൺ എമിഷൻ നഗരമാക്കി മാറ്റും എന്നാണ് നാം കണ്ടിട്ടുള്ളത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ചയ്ക്ക് 2021 സംസ്ഥാന ഭരണം LDFനെ ഏൽപ്പിച്ചതുപോലെ കോർപ്പറേഷൻ്റെ ഭരണം LDFനെ ഏൽപ്പിക്കണം. അതിനായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.